സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ലോകത്ത് ഉണ്ടാകാനിരിക്കുന്ന ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഏതാണ്? മൂന്നാം ലോകയുദ്ധമോ? അതിനേക്കാളൊക്കെ വർത്തമാനം വേറെയാണ്. നിർഭാഗ്യവശാലും ഭാഗ്യവശാലും അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു റിപ്പോർട്ടർക്കും ഒരു മാധ്യമത്തിനും കഴിയില്ല. ഒരു ചാനലിനും ആ വാർത്ത കിട്ടുകയില്ല. ആർക്കും അത് സ്കൂപ്പോ എക്സ്ക്ലൂസീവോ ആയി ഉണ്ടാകുകയില്ല. കാരണം സംഭവത്തോടൊപ്പം മാധ്യമങ്ങളുടെ അന്ത്യവും സംഭവിക്കും. മാധ്യമങ്ങളുടെ മാത്രമല്ല, സൃഷ്ടലോകത്തിന്റെ മുഴുവൻ അന്ത്യം, ലോകാവസാനം, അന്ത്യവിധിയുടെ വേള. സംഭവം റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും സൂചനകൾ റിപ്പോർട്ട് ചെയ്യാൻ പലർക്കും കഴിയുന്നുണ്ട്. എന്നെന്നോ എപ്പോഴെന്നോ ആർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും വിദൂര സമുദ്രത്തിനുമേൽ ചക്രവാളത്തിൽ കപ്പലിന്റെ പുകക്കുഴൽ നിന്നുയരുന്ന പുകയുടെ അംശങ്ങൾ പോലെ അടയാളങ്ങൾ കാണുന്നതായി അവർ പറയുന്നു. അല്ല, മുന്നറിയിപ്പ് തരുന്നു. അവർ ഏതെങ്കിലും ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മീഡിയ സ്ഥാപനത്തിലോ സർവകലാശാലയിൽ നിന്ന് വാർത്ത എന്തെന്ന് പഠിച്ചവരല്ല. ദൈവിക ജ്ഞാനത്തിന്റെ സ്കൂളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ആകാശം ചമന്നും മൂടിയുമൊക്കെ ഇരിക്കുന്ന അടയാളങ്ങൾ വിവേചിക്കുന്നവർ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാത്തതിനെ അവിശ്വസ്തത എന്നാണ് യേശു ക്രിസ്തു വിളിച്ചത്. ലോകം അവിശ്വസ്തതയുടെ പിടിയിലാണോ? ആണെന്ന് പറയേണ്ടി വരും. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ. കാലത്തിന്റെ അടയാളങ്ങളെ ജ്ഞാനത്തിന്റെ കണ്ണിലൂടെ കണ്ട് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുന്നത് ഒരാളല്ല, പ്രവാചകരായി അനേകരുടെ ജീവിതങ്ങളെ നിരവധി വിധത്തിൽ സ്വാധീനിച്ച പലർ. പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും വിശുദ്ധിയിലേക്കും മാറ്റിമറിച്ച ധ്യാനക്കുരുക്കന്മാരും വൈദികരുമായ അഭിക്ഷിപ്തർ. അവരിൽ പലരും പതിവില്ലാത്ത വിധം നമുക്ക് ചിരപരിചിതമല്ലാത്ത ഭാഷയിൽ നമ്മളോടും പറയുന്നു, അവസാനത്തിന്റെ ആരംഭത്തിന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന്. ദൈവകരുണയുടെ നാളുകൾ ദൈവനീതിയുടെ നാളുകളിലേക്ക് സംക്രമിക്കുന്നു എന്ന്. വിശ്വാസതയുള്ള ആത്മാക്കൾ ഏക സ്വരത്തിൽ മുന്നറിയിപ്പ് തരുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് കരുതാൻ സാമാന്യ ബുദ്ധിക്ക് തോന്നണം. എന്നിട്ടും എന്താണ് സംശയത്തിന് കാരണമാകുന്നത്? നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നവർ പൊടുന്നനെ ഇല്ലാതാകുന്നത് നിരവധി പേരുടെ അനുഭവം. അവനവന് തന്നെ അങ്ങനെ അന്ത്യം സംഭവിക്കാം എന്നറിയുന്നവരാണ് ഓരോരുത്തരും. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, യാതൊരു ഒരുക്കവുമില്ലാതെ അനേകം പേർ പോകുന്ന അവസ്ഥയെ ഭയപ്പെടാത്ത ലോകം മുന്നറിയിപ്പിനെ മാത്രം ഭയപ്പെടുത്തലായി കരുതുന്നതും വ്യാഖ്യാനിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങനെ വിമർശിക്കുന്നത് എന്തുകൊണ്ട്? അന്ത്യമെങ്കിൽ അതിൽ താനും കൂടി ഉൾപ്പെടുമെന്ന തിരിച്ചറിവാകാം ഭയത്തിനു കാരണം. ഭയപ്പെട്ടതുകൊണ്ട് യാഥാർത്ഥ്യം നീങ്ങിപ്പോകില്ല. ഇങ്ങനെയൊരു യാത്ര മനസ്സ് അംഗീകരിക്കാത്തത് കൊണ്ട് ഭയപ്പെടുന്നു എന്നു മാത്രം. ലോകാന്ത്യത്തിന്റെ ആരംഭത്തെ അംഗീകരിച്ചാലും ദൈവകരുണയുടെ നാളുകൾ അസ്തമിക്കുന്നെന്ന മുന്നറിയിപ്പിനെ എങ്ങനെ അംഗീകരിക്കും? അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥകാരന്റെ വാക്കുകളും ഇതും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അതിനുള്ള ഉത്തരമാണ് കൊറോണയുടെ കാലം നമുക്ക് തരുന്നത്. അതെ, ഉത്തരമാണ് ലോകം തന്നെ മുന്നറിയിപ്പായി തരുന്നത്. കൊറോണ ലോകത്തെ വിട്ടുപോകുകയില്ലെങ്കിൽ 2020 മുമ്പ് ജീവിച്ചതുപോലെ ലോകത്തിന് ജീവിക്കാൻ നിവൃത്തിയില്ല എന്നാണ് പാഠം. മനുഷ്യനോ നിയമങ്ങൾക്കോ സർക്കാരുകൾക്കോ നടപ്പാക്കാൻ പറ്റാത്ത നിയന്ത്രണങ്ങൾ കൊറോണ ലോകത്തിന് മേൽ ഇതിനകം നടപ്പാക്കി. സ്വന്തം തീരുമാനത്താൽ തിരിച്ചു നടക്കാൻ പറ്റാത്തത്ര മുന്നോട്ട് പോയ ലോകമായിരുന്നു അത്. ആ വഴിയെ കൊറോണ ലോകമെമ്പാടും മനുഷ്യരെ തിരിച്ചു നടത്തുന്നു. എല്ലാ മേഖലയിലും തിരുത്തലിന് മനുഷ്യരെ നിർബന്ധിതരാക്കുന്നു, പ്രവണതകൾ മാറ്റി എഴുതിക്കുന്നു. കൊറോണ തുടരുമെങ്കിൽ മനുഷ്യർ ശീലിച്ചു തുടങ്ങിയ പുതിയ വഴിയെ, നിയന്ത്രണങ്ങളുടെ വഴിയെ തന്നെ ഇനിയും മുമ്പോട്ട് പോകേണ്ടി വരികയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ 2 വർഷം മുമ്പത്തെ അവസ്ഥയിലല്ല മനുഷ്യകുലം ഇപ്പോൾ. ദൈവനീതിയുടെ നാളുകൾക്കായി എങ്ങനെ ഒരുങ്ങുമെന്ന് ലോകത്തിൽ നിന്ന് അറിയാം. 2 വർഷമായി അവിടുന്ന് ലോകത്തെ തൻ്റെ ചട്ടം ഓർമ്മിപ്പിക്കുന്നു. തിരിച്ചു നടക്കേണ്ട വഴികൾ കൊറോണയുടെ നാളുകളിൽ ലോകം ഗ്രഹിച്ചു. നശ്വരമായ കായിക കിരീടത്തിനു വേണ്ടി കഠിനമായി പരിശീലിക്കുന്ന
ഓട്ടക്കാരനെ പോലെ നിയന്ത്രണങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി മനുഷ്യന് ഒഴിവില്ല. നീതിയുടെ നാളുകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാരുണ്യം അവസാനിക്കുന്നു എന്നല്ല. ആ കരുണയ്ക്ക് അർഹത നേടാനുള്ള ഉത്തരവാദിത്തം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അതിനുള്ള വഴികൾ അവിടുന്ന് കാട്ടിത്തരികയും അതിലെ നടക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇനി വ്യക്തിപരമായും സമൂഹപരമായും ദൈവനീതിക്ക് മുമ്പിൽ തള്ളപ്പെടാതിരിക്കാൻ യോഗ്യത നേടുക, അനുദപിക്കുക, തിരുത്തിയ വഴിയെ മാത്രം മുന്നോട്ട് പോകുക. അങ്ങനെ പോകുന്നവരുടെ മേൽ മാത്രമേ കരുണയുടെ വർഷപാതമുണ്ടാകൂ. അത് ചെയ്യുന്നില്ലെങ്കിൽ കരുണാപ്രവാഹത്തെ തിന്മയുടെ മേൽക്കെട്ടി തടയും. നീതിയുടെ പാഠങ്ങളും ചട്ടങ്ങളും അഭ്യസിപ്പിച്ച ശേഷം മാത്രം നീതിയുടെ നാളുകൾക്ക് തുടക്കമിടുക എന്നത് ദൈവത്തിന്റെ അവസാനിക്കാത്ത കരുണ തന്നെയല്ലേ? അവരെയും അവരുടെ അപ്പനമ്മമാരെയും ക്രൂശിക്കുക. ഏതാണ്ട് ഈ മട്ടിലുള്ള വെറുപ്പിന്റെ മുറവിളിയാണ് ഒരാഴ്ചയായി സമാന്തര മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ടിരുന്നത്. വളരെ എളുപ്പമുള്ള പ്രതികരണം. അഫ്ഗാൻ തടവറയിൽ ചെന്നടിഞ്ഞ യുവ ഭീകര വിധവകളോട് നിരവധി പേർക്കുള്ള അറപ്പും വെറുപ്പും രോഷവും ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിനാകട്ടെ ആരും പ്രത്യേകിച്ച് വില കൊടുക്കേണ്ടതുമില്ല. ഫാത്തിമ ഈസ എന്ന നിമിഷ, ആയിഷ എന്ന സോണിയ, മറിയം എന്ന മെറിൻ, റഫീല ഇന്ന് ഏറെ വെറുക്കപ്പെടുന്ന പേരുകൾ. ഇസ്ലാമിക ഭീകര രാഷ്ട്രത്തിനു വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ കൊല നടത്താൻ ഭർത്താക്കന്മാരെ അനുഗമിച്ചവർ. ഇവരെ വിചാരണയ്ക്കായി പോലും ഇന്ത്യക്ക് വേണ്ടെന്ന് മാറ്റമില്ലാതെ തീരുമാനിച്ചാൽ ഈ യുവതികൾ അഫ്ഗാനിസ്ഥാനിൽ തന്നെ വിചാരണ ചെയ്യപ്പെടും. അതോടെ തീരും മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ച് നേരത്തെ പ്രതീക്ഷയ്ക്ക് പോലുമുള്ള സാധ്യത. ഭരണകൂടത്തിനെതിരെയുള്ള ഭീകര യുദ്ധത്തിൽ സഹകരിച്ചതാണ് കുറ്റം. അതിനുള്ള ശിക്ഷ ഊഹിക്കാവുന്നതേയുള്ളൂ. അതിൻ്റെ ഭീതിയിലാകണം മകളെ നാട്ടിലെത്തിക്കണമെന്ന് നിമിഷയുടെ അമ്മ ബഹളം കൂട്ടുന്നത്. അതിൻ്റെ പേരിൽ നിമിഷയും സോണിയയും മെറിനുമായി അവരെ വളർത്തിയ മാതാപിതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ നിർദയമായ ശകാരം. വളർത്തുദോഷത്തിന് ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന ശാപതുല്യമായ ഭർസനം. ആരാണ് ഇവരെ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് കല്ലെറിയുന്നത്? പാപം ചെയ്യാത്തവരോ അതോ തങ്ങൾക്ക് ഒരു നാളും പിശകുകൾ സംഭവിക്കുകയില്ലെന്ന് കരുതുന്നവരോ? സ്വയം പരിശോധിക്കണം വിമർശകർ. ഇങ്ങനെ ഒന്നടങ്കം ഈ യുവതികളെ ശപിച്ചും പഴിച്ചും അവർക്കെതിരെ ആക്രോശം നടത്തിയും വെറുപ്പടക്കിയാൽ തീരുന്നതല്ല കേരള സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. കേരളം യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യേണ്ടതും അവരോടല്ല. ഇനിയും നിരവധി പേരെ അവരെ പോലെ ആക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകര വിഭാഗങ്ങളുണ്ട്. അവരെയാണ് സമൂഹം ഒന്നിച്ചു നിന്ന് നേരിടേണ്ടത്. അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെയാണ് സമൂഹത്തിന്റെ ക്ലബ് ഹൗസിൽ എത്തിച്ച് വിചാരണ ചെയ്യേണ്ടത്. കുറഞ്ഞ പക്ഷം ഹൈന്ദവ ക്രൈസ്തവ സമൂഹമെങ്കിലും ഇത് ഓർമ്മിക്കുക. വഴിതെറ്റിയ മുസ്ലിമിനെ ജീവിത പങ്കാളിയായി കണ്ടെത്തുന്ന കാലം വരെ നിമിഷയും മെറിനും സോണിയയും നാടിന്റെ മക്കളായിരുന്നു. തലച്ചോറിൽ ജിഹാദി പൈശാചികതയുടെ കൊറോണ വൈറസ് കുത്തിവെക്കപ്പെട്ട ശേഷമാണ് അവർ ക്രൂരതയുടെ ഉപകരണങ്ങളായത്. പെൺകുട്ടികളുടെ സ്വഭാവ നന്മയുമായി ഇതിനെ മുൻവിധിയോടെ ബന്ധപ്പെടുത്തുന്നത് എങ്ങനെ? മയക്കുമരുന്ന് നൽകിയും ആഭിചാരം പ്രയോഗിച്ചും അവരെ കുടുക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുന്നവരുണ്ട്. അതിനായി ഇസ്ലാമിക യുവാക്കളെ അയക്കുന്നവരുമുണ്ട്. അവർ ലക്ഷ്യം വെച്ചാൽ ജാഗ്രത കുറവുള്ള ആരും പെട്ടുപോകാം. ആ തുടക്കം മതി അവർക്കും നിമിഷയുടെയും മറ്റും അവസ്ഥ വരാൻ. ചാവേറുകളുടെ ജീവിതം എവിടെ എങ്ങനെ ഒടുങ്ങിയാലും ഭീകരവാദി നേതാക്കളുടെയോ അവരെ കണ്ടില്ലെന്ന് നടിക്കുന്നവരുടെയോ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ പൊഴിയില്ല. അമുസ്ലിം ചെറുപ്പക്കാരെ മാത്രമല്ല, കർശന പാരമ്പര്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്ത മുസ്ലിം ചെറുപ്പക്കാരെയും അവർ തീവ്രവാദികളും ചാവേറുകളുമാക്കും. രണ്ടു മാരക വിശ്വാസങ്ങളുടെ പ്രവാചകരാണവർ. ഒന്ന്, അമ്മുസ്ലികളെ എങ്ങനെ ദുരുപയോഗിച്ചാലും പുണ്യമാകുമെന്ന്. രണ്ട്, അവരെ ചാവേറുകളാക്കി ഇസ്ലാമിക ഭീകര രാഷ്ട്രം സ്ഥാപിച്ചാൽ
കാമ ക്രോധ മതലോഭങ്ങളുടെ പൂർത്തീകരണത്തിന് വകയുള്ള സ്വർഗം ലഭിക്കുമെന്ന്. ചാവേറായി കൊന്നിട്ടോ മരിച്ചിട്ടോ ചെന്നാൽ ലോക സുഖങ്ങളുള്ള സ്വർഗം ലഭിക്കുമെന്ന ഭോഷത്വം അവർ ലഹരി പോലെ ചെറുപ്പക്കാരിൽ കുത്തിവെക്കുന്നു. അമുസ്ലിം പെൺകുട്ടികളെ പ്രണയക്കെണിയിലും ലൈംഗിക വഞ്ചനയിലും പെടുത്താൻ സ്വസമൂഹത്തിലെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരാണ്. ചിലർ കടുത്ത വേദപ്രചാരകരുടെ വേഷത്തിൽ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ അവതരിക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ വിശ്വാസത്തിനെതിരെ സംശയം സൃഷ്ടിക്കുക എന്നതു മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവരുടെ പൈശാചിക പ്രചരണങ്ങൾക്ക് കടന്നു കയറാൻ ആ ഇടം മതി. അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലെ ഭീകര താവളങ്ങളിലോ എത്തിപ്പെട്ടിട്ടില്ലെങ്കിലും മുസ്ലിം യുവാക്കളുടെ വഞ്ചനയാൽ ജീവിതം അലങ്കോലമാക്കപ്പെട്ട വേറെയും ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികൾ കേരള സമൂഹത്തിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഭീകര താവളങ്ങളിലേക്ക് അയക്കപ്പെട്ടേക്കാവുന്നവരും ഇവരെയോർത്തു വെന്തെരിയുന്ന കുടുംബങ്ങളും ബന്ധുക്കളുമുണ്ട്. നിമിഷയും മെറിനും സോണിയയും കുടുക്കിലാക്കിയത് ജീവിതത്തിലെ ഒരേ പിഴ അഥവാ അബദ്ധം നിമിത്തം. ജിഹാദിയെയോ വഞ്ചക മനസ്സുള്ള മുസ്ലിം ചെറുപ്പക്കാരനെയോ പ്രണയിച്ചു. ഇസ്ലാമിക ഭീകരവാദത്തിലേക്ക് വീഴാൻ ഈ പിഴ ധാരാളം മതിയായി. സ്വഭാവ ദൗർബല്യമോ സക്കീർ നായിക്കിനെ പോലുള്ള തീവ്രവാദ വിഷപ്രചാരകരുടെ ഏതാനും വാക്കുകൾ മാത്രമോ അല്ല പെൺകുട്ടികളടക്കം ചെറുപ്പക്കാരെ കുടുക്കുന്നത്. അവരിൽ ചെലുത്തപ്പെടുന്ന പൈശാചിക സ്വാധീനമാണ് കാരണം. പ്രചാരകരുടെ വാക്കുകളിലൂടെ പകരുന്ന പൈശാചിക ശക്തിയാണ് പല രാജ്യത്തുമുള്ള ചെറുപ്പക്കാരെ ഭീകരാശയക്കാരും ചാവേറുകളുമാക്കുന്നത്. അത് യഥാർത്ഥ പൈശാചിക ശക്തി തന്നെയാണെന്നും അങ്ങനെയൊന്നും ഉണ്ടെന്നും ക്രൈസ്തവർ തിരിച്ചറിയണം. നിമിഷയും മെറിനും സോണിയയും ഒക്കെ ഭീകരതയെ സ്വയം വരിച്ചതാണെന്ന് കരുതേണ്ട. പൈശാചിക ശക്തി അവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ക്രൈസ്തവർ ഇനിയെങ്കിലും യുക്തിവാദം മാറ്റിവെച്ച് തൂമ്പയെ തൂമ്പയെന്നും തന്നെ വിളിക്കണം. പൈശാചികത സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണെന്നും കരുതലോടെ അകന്നു നിൽക്കണമെന്നും അവർ മനസ്സിലാക്കണം. അതിരുകടന്ന പുരോഗമന ബോധവും തിരുസഭയെയും വിശ്വാസ വഴികളെയും വിമർശിക്കാനുള്ള പ്രവണതയും വഴി പലരും ചെറുപ്പക്കാർക്ക് ചെയ്തു വെച്ച ദ്രോഹം തിരിച്ചറിയണം. ഇസ്ലാമിക ഭീകര രാഷ്ട്രവാദത്തിന്റെ പൈശാചികത വൈറസ് പോലെയാണ്. അതിനെ തൊടുന്നവരും തൊട്ടവരെ തൊടുന്നവരും അതിനെ ബാധയിലാകുന്നു. ആ ചങ്ങല എത്ര വേണമെങ്കിലും നീളാം. എന്നാൽ യേശു ക്രിസ്തുവിന് മുമ്പിൽ ഭയന്നു വിറച്ചപ്പോൾ ദൈവനാമത്തിൽ ആണയിടാൻ വരെ മുതിർന്ന കൗശലമുണ്ട് പിശാചന്മാർക്ക്. ഭീകരരാഷ്ട്രവാദ പൈശാചികതയും അങ്ങനെ തന്നെ പതുങ്ങേണ്ടടുത്ത് പതുങ്ങിയും സമാധി സെല്ലുകളായും ഒക്കെ പ്രവർത്തിക്കും. അവരിവിടെ കേരളത്തിലുണ്ട്. വിദ്വേഷം മതമാക്കിയ ഇസ്ലാമിക തീവ്രവാദികൾ ഇവിടെയുണ്ട്. ലവ് ജിഹാദ് എന്ന പൈശാചികത ഇവിടെയുണ്ട്. അത് തള്ളി പറയാൻ തയ്യാറാകാത്ത സമുദായ നേതാക്കൾ ഇവിടെയുണ്ട്. വാഗമണ്ണും പത്തനാപുരവും ഒക്കെ ചെറിയ അടയാളങ്ങൾ മാത്രം. വീണുപോയവരെ ശപിച്ചു തള്ളുന്നതിന് മുമ്പ് ഓർമ്മിക്കുക, നിൽക്കുന്നെന്ന് കരുതുന്നവരും പൈശാചിക ശക്തിയുടെ ആക്രമണത്തിൽ വീണുപോകാം. ജാഗ്രതയും വർജനവും മാത്രമാണ് രക്ഷാമാർഗം. അത്തരം ദുഷ്ടശക്തികളെ എതിർത്തു നിൽക്കാൻ പലപ്പോഴും വ്യക്തികളുടെ കഴിവ് മാത്രം പോരാ. ഇത്തരം ശക്തികളെ ഇല്ലാതാക്കാൻ സമൂഹം എന്ന നിലയിൽ തുറന്ന ശ്രമം നടന്നിട്ടില്ല ഇതുവരെ. അതുണ്ടാകാതെ ഈ ഇസ്ലാമിക ഭീകരതയുടെ വിപത്ത് നീങ്ങുകയില്ല. അതുവരെ പെൺകുട്ടികളെ തകർക്കുന്നവരെ സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ മറ്റാരും വരുമെന്ന് കരുതേണ്ട. പറുദീസായിൽ ആദവും ഹൗവയും ഭക്ഷിക്കരുതെന്ന് ദൈവം വിലക്കിയ പഴം ആപ്പിൾ ആയിരുന്നു? അല്ല, അത് ബൈബിൾ വിരുദ്ധർ നന്നായി ഉപയോഗിച്ച ഒരു പരാമർശമാണ്. ആപ്പിൾ മരച്ചുവട്ടിലെ പ്രണയത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിലെ ഉത്തമ ഗീതത്തിൽ പരാമർശമുണ്ട്. എന്നാൽ ആപ്പിൾ എന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇല്ല. ആപ്പിൾ എന്നല്ല, മനുഷ്യർ ഭക്ഷിക്കാറുള്ള ഏതെങ്കിലും വൃക്ഷഫലം കഴിക്കരുതെന്ന് ദൈവം ആദിമ ദമ്പതികളോട് പറഞ്ഞതായി ബൈബിളിൽ ഇല്ല. എന്നിട്ടും പഴം ആപ്പിൾ ആണെന്ന സങ്കല്പമുണ്ടായി.
അതിന് ഒരു കാരണം പൊന്നാപ്പിൾ പഴങ്ങൾ കായ്ക്കുന്ന ആപ്പിൾ വൃക്ഷത്തെക്കുറിച്ചുള്ള ഗ്രീക്ക് കഥയാണ്. കൂടാതെ പഴം എന്നതിൻ്റെ ഗ്രീക്ക് പദം മെലൻ ലാറ്റിൻ ഭാഷയിലേക്ക് എടുത്തപ്പോൾ ആപ്പിൾ എന്ന അർത്ഥത്തിൽ മാലം എന്നായി. ലാറ്റിനിൽ തിന്മ എന്ന അർത്ഥവും ആ പദത്തിനുണ്ട്. സ്വാഭാവികമായും തിന്മയുടെ അഥവാ പാപത്തിന്റെ പ്രതീകമായ പഴമായി ആപ്പിളിനെ പലരും സങ്കല്പിച്ചു. ആപ്പിളിന് പല പ്രതീകാർത്ഥങ്ങളും പിന്നീടുണ്ടായി. ആദത്തിന്റെ കയ്യിലെ ആപ്പിൾ പാപത്തിന്റെയും തകർച്ചയുടെയും പ്രതീകമെങ്കിൽ യേശുവിന്റെ കയ്യിലെ ആപ്പിൾ രക്ഷയുടെ പ്രതീകം. ഒരു രസികൻ പരാമർശം ബൈബിൾ വിരുദ്ധത എന്ന കുറ്റമായി കാണണോ എന്ന ചോദ്യം ഉയരാം. പറുദീസായിലെ വിലക്കപ്പെട്ട പഴം ആപ്പിളാണെന്നത് ഒരു രസികൻ സങ്കല്പം മാത്രമാണെങ്കിലും അതിനു ബൈബിൾ വിരുദ്ധർ മറ്റൊരു സാധ്യത കണ്ടെത്തി. അതിന്റെ ഫലമാണ് വിലക്കപ്പെട്ട ആപ്പിൾ തിന്നതിന് ദൈവം മനുഷ്യരെ ശിക്ഷിച്ചു എന്ന ചിലരുടെ വ്യാഖ്യാനം. ഇതു ചെറിയ കാര്യമല്ല, ദുഷ്ടവൈഭവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണം ഏതേത് അർത്ഥങ്ങളിൽ എടുക്കണമെന്ന വിവേചനബോധം ഉപയോഗിക്കാതെ എല്ലാ നഴ്സറി കഥകളാക്കി തള്ളിക്കളയാനുള്ള സാധ്യതയാണ് ആപ്പിൾ കഥാ സൃഷ്ടാക്കൾ ലക്ഷ്യമിട്ടത്. ആ സാധ്യത നിശ്ചയമായും പല വിശ്വാസികളെയും ചിന്താക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആപ്പിൾ എന്നല്ല, മനുഷ്യന് ഭക്ഷിക്കാവുന്ന സസ്യലോകത്തെ ഏതെങ്കിലും ഫലത്തെ ദൈവം വിലക്കിയിട്ടില്ല. മറിച്ച് വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു എന്നാണ് ദൈവവചനം. ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതാകട്ടെ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലമാണ്. അങ്ങനെ ഒരു വൃക്ഷവും ഫലവും സസ്യലോകത്തുണ്ടോ? ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ദൈവവാക്യത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് സസ്യശാസ്ത്രത്തിന് കീഴിൽ വരുന്ന വൃക്ഷമോ ഫലമോ അല്ലെന്ന് തിരിച്ചറിയാൻ വലിയ വിജ്ഞാനമൊന്നും ആവശ്യമില്ല. ദുശ്ശാഠ്യം ഇല്ലാതിരുന്നാൽ മതി. അതുപോലെ തന്നെ വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളെല്ലാം ഭക്ഷണത്തിനായി തരുന്നു എന്ന് പറയുമ്പോൾ വിത്തുൾക്കൊള്ളാത്ത ഏതോ പഴമാണ് വിലക്കപ്പെട്ടതെന്ന് സ്വാഭാവികമായി ഗ്രഹിക്കാം. അത് വിത്ത് ശുഷ്കിച്ചു പോയ വാഴപ്പഴമാണോ, വിത്തു തന്നെ ഇല്ലാത്ത മറ്റു വല്ല പഴമുണ്ടോ എന്നൊന്നും ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. ജീവന്റെയും വളർച്ചയുടെയും നിലനിൽപ്പിന്റെയും നൈരന്തര്യത്തിന്റെയും ബീജമാണ് വിത്ത്. അതില്ലാത്ത ഏതു പഴം ആന്തരികാർത്ഥം നോക്കിയാൽ ജീവനോ വളർച്ചയോ രക്ഷയോ നൽകാത്തതും ആകർഷിച്ച് രസിപ്പിക്കുന്നതുമായ പ്രലോഭകം അങ്ങനെയല്ലേ ആ പഴത്തെ നാം മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് ആപ്പിളോ മാങ്ങയോ വാഴപ്പഴമോ മത്തങ്ങയോ ഒന്നുമല്ല, പഴുത്തതോ പച്ചയോ ആയ ഏതെങ്കിലും കനിയുമല്ല, പാപത്തിന്റെ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നുമല്ല. എന്നിട്ടും അറിവിന്റെ വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുതെന്ന് വായിച്ചാലുടൻ അത് നാം കാണുന്ന ഏതോ തരം മരത്തിന്റെ കായ് പഴച്ചന്തയിൽ കിട്ടുന്ന ഏതെങ്കിലും തരം പഴമാണെന്ന് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് പൊട്ടക്കഥയാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ തീർച്ചയായും ബൈബിൾ വിരുദ്ധതയുണ്ട്. ആദവും ഹവ്വയും ചെയ്ത പാപം എന്താണെന്ന് പ്രമാണ ദശകം വെച്ച് നോക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. ആദവും ഹവ്വയുമല്ലാതെ മറ്റാരുമില്ലാത്ത കർത്താവിന്റെ ദിവസം പ്രഖ്യാപിച്ചിട്ടുമില്ലാത്ത പറുദീസയിൽ 3 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങളാവില്ല അവർ ലംഘിച്ചത്. 6-ാം പ്രമാണമാണെന്ന ചിലരുടെ തെറ്റായ വ്യാഖ്യാനം ദൈവം നിർദ്ദേശിച്ച ദാമ്പത്യധർമ്മത്തിന് വിരുദ്ധമായ ദുഷ്ടവ്യാഖ്യാനമാണ്. പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് പോലെ മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ വ്യാഖ്യാനം 2-ാം പ്രമാണത്തിൻ്റെയും ലംഘനത്തിന് സൂചനയില്ല. അപ്പോൾ പിന്നെ സംഭവിച്ചത് സാത്താനെ വിശ്വസിച്ചത് വഴി 1-ാം പ്രമാണം ലംഘിച്ചു എന്നത് തന്നെയാവണമല്ലോ. അതാണല്ലോ പറഞ്ഞിട്ടുള്ളതും. അതിന് വേറെ വിശദീകരണം ആവശ്യമേ ഇല്ല. ദൈവത്തെ ധിക്കരിക്കുക എന്ന പാപം അത് സാത്താൻ ചെയ്ത പാപം തന്നെയാണ്. അഹങ്കാരം അത് ചെയ്യാൻ ശരീരം പോലും ആവശ്യമില്ല, ശരീരത്തിന് വേണ്ടിയുമല്ല, അതുതന്നെ അവൻ മനുഷ്യരെ കൊണ്ട് ചെയ്യിച്ചു. പഴം കഴിച്ചെന്ന പ്രതീകാത്മകമായി പറഞ്ഞത് ദൈവത്തെ ധിക്കരിക്കുന്ന സാത്താനെ അനുസരിക്കുന്ന പാപം തന്നെയല്ലേ നമുക്ക് കരുതാനാകൂ. പഴം എന്ന അക്ഷരാർത്ഥത്തിൽ പിടിച്ചു തൂങ്ങാൻ തിരുസഭ ആരെയും പഠിപ്പിക്കുന്നില്ലല്ലോ. ജീവന്റെ വൃക്ഷം എന്നൊരു വൃക്ഷവും സസ്യലോകത്തോ സസ്യശാസ്ത്രത്തിലോ ഇല്ല. ജീവന്റെ വൃക്ഷത്തിലെ ഫലം തിന്ന് അമർത്തിനാകുക എന്നതിനും അക്ഷരാർത്ഥമല്ലല്ലോ ഉള്ളത്.
പറുദീസായിലെ മരണമില്ലാത്ത അവസ്ഥയിൽ പശ്ചാത്താപിക്കാത്ത മനുഷ്യൻ സാത്താന്റെ അടിമയായ നിത്യദുഷ്ടാരൂപിയായി മാറരുതെന്നാണ് ദൈവം ഉദ്ദേശിച്ചത്. ആ ദുരന്തവും ദുരിതവും ഒഴിവാക്കാനാണ് അവിടുന്ന് അവരെ മരണമില്ലാത്ത പറുദീസയിൽ നിന്ന് മരണമുള്ള ഇടത്തേക്ക് സ്നേഹപൂർവ്വം മാറ്റിയത്. പശ്ചാത്താപം ജനിപ്പിച്ചു വീണ്ടെടുക്കാവുന്ന വിധത്തിൽ കഷ്ടപ്പാടിന്റെ ഭൗമ ജീവിതം അവർക്കു നൽകിയത്. ബൈബിൾ വാക്യങ്ങളുടെ ഉദിഷ്ടാർത്ഥങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കാൻ ആപ്പിൾ പ്രയോഗവും അക്ഷരാർത്ഥ ശാഠ്യവും പലരാലും ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.